ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെ സ്പർശിക്കുന്ന സന്ദേശങ്ങളാകുന്നുവല്ലോ. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനാൽ അകത്തൊരു വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരും. ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ യേശു സ്പർശിക്കുവാൻ പോകുകയാണ്. ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു. മറ്റൊരു അടയാളമാണ് അപകർഷ ബോധം എന്ന് പറയുന്നത്. തീവ്ര ദുഃഖം, സെൽഫ് പിറ്റി, സെൽഫ് ഹേറ്റ്രഡ് ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു അടയാളമാണ് ഇൻഫീരിയോറിറ്റി, അപകർഷ ബോധം. അപകർഷ ബോധം എന്ന് പറയുന്നത് മിസ്റ്റേക്കൻ കൺക്ലൂഷൻ ഓഫ് ദംസെൽഫ്, തങ്ങളെക്കുറിച്ചുള്ള തെറ്റായ നിഗമനങ്ങളാണ്. അപകർഷ ബോധത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. അപകർഷ ബോധം വരുന്നവർ അവർക്ക് നാണം കൂടുതലാകാൻ സാധ്യതയുണ്ട്. അവർ വിഡ്രോയിങ് ഫ്രം റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പിൻവലിയുവാൻ സാധ്യതയുണ്ട്. പാർട്ടിസിപ്പേഷൻസിൽ നിന്നും അവർ പിൻവലിയുവാൻ സാധ്യതയുണ്ട്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, ചിലയിടങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ അപകർഷബോധം ഉണ്ടെങ്കിൽ അവർ പിൻവാങ്ങുവാനിടവരും. അപകർഷബോധമുള്ളവർക്ക് പൊതുവായിട്ട് നമുക്കറിയാമല്ലോ, ജനത്തെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ അപകർഷബോധം വരുന്നവർക്ക് ഇൻ്റർവ്യൂവിനെയൊക്കെ നേരിടുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാകും. വളരെ കേപ്പബിളായിട്ടുള്ള ഒരു മകനാണ്, പക്ഷേ അവന് ഈ അപകർഷബോധം മതി. ഇൻഫീരിയോറിറ്റി പ്ലസ് ഇൻഫീരിയോറിറ്റി വന്നു കഴിഞ്ഞാൽ തൊട്ട് ജ്യേഷ്ഠനും അനിയനും പോലെ വേറൊരാളുടെ കയറി വരും അൺബിലീഫ്. ഇൻഫീരിയോറിറ്റി പ്ലസ് അൺബിലീഫ്, ഇറ്റ് ഡിസ്ട്രോയ്സ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് നഷ്ടമാക്കി കളയും. ഇൻഫീരിയോറിറ്റി പ്ലസ് അൺബിലീഫ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ഒത്തിരി സ്കിൽസ്, ഒരുപാട് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ സോൾ, ഞാൻ പറഞ്ഞില്ലേ സമുദ്രതുല്യമായിട്ടൊരു വലിയ സോൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ബോഡി. അപ്പോൾ ഈ സോളിലാണ് മൈൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പിരിറ്റ്, ആ ഭാഗത്താണ് നിങ്ങൾക്ക് ഒത്തിരി സ്കിൽസ് ഉണ്ട്. നിങ്ങളുടെ സ്കിൽസ് ഒരു സ്കില്ലൊന്നുമല്ല, പലർക്കും പല സ്കിൽസ് ഉണ്ട്. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം ഗിറ്റാർ വായിക്കുന്ന ഒരു സ്കിൽ, അതൊരു കഴിവായിരിക്കും, ചിലപ്പോൾ ഒരു ടാലൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാലൻസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്. ടാലൻസ്, സ്കിൽസ്. ടാലൻസ് എന്ന് പറയുന്നത് ബൈ ബർത്ത് കിട്ടുന്നതാണ് ടാലൻസ് എന്ന് പറയുന്നത്, ജന്മനാ കിട്ടുന്നതാണ് ടാലൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങളൊരു നല്ല പ്രോഗ്രാമർ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സ്കിൽസ്, ടാലൻസ്, ഇതെല്ലാം കൂടെ ഇതിനെ ഈ അപകർഷബോധം വന്നാൽ മതി, അല്ലെങ്കിൽ സെൽഫ് ഹേറ്റഡ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കല്ലുകൾ പോലെയാണ്. സെൽഫ് ഹേറ്റഡ് വന്നു, സെൽഫ് പിറ്റി വന്നു, ഇതെല്ലാം ഈ സ്കില്ലിൻ്റെയും ടാലൻറ്റിൻ്റെയും മുകളിൽ വന്നിട്ട് ഇതിനെ അങ്ങ് ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെ പുറപ്പെടുവിക്കേണ്ട സമയത്ത് പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. എന്ത് മുകളിൽ കയറിയിരിക്കുകയാണ്, ഈ സ്കില്ലിൻ്റെയും ടാലൻസിൻ്റെയും എല്ലാം മുകളിൽ ഈ കല്ലുകൾ പോലെ അപകർഷബോധവും സെൽഫ് പിറ്റിയും സെൽഫ് ഹേറ്റഡും ഒക്കെ കയറിയിരിക്കുകയാണ്. കൊച്ചൻ വളരെ മിടുക്കനാണ്, മറ്റുള്ളവരെക്കാട്ടിലും ഉന്നതമാകുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരണവനാണ്, നല്ല ജോലിയിൽ എത്തിച്ചേരണവനാണ്. പക്ഷേ അവൻ ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുന്നതിനെ ഉള്ളിലുള്ളതൊന്നും പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അവൻ എത്തേണ്ട ഇടത്തെത്തുവാൻ കഴിയുന്നില്ല. എന്താ സംഭവം ഇതിൻ്റെ മുകളിൽ, ഈ സ്കിൽസിൻ്റെയും ടാലൻസിൻ്റെയും മുകളിൽ ഇരിക്കുകയാണ് ഈ സാധനം. ഇവനെ അടിച്ച് നിങ്ങൾ പുറത്താക്കുകയാണ് എങ്കിൽ നിങ്ങളിലുള്ള ആ സ്കിൽസിനെയും ടാലൻസിനെയും നിങ്ങൾക്ക് പുറത്തെടുത്ത് നിങ്ങൾക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ കഴിയും. മാത്രവുമല്ല, നിങ്ങളൊരു ദൈവ പൈതലാകുന്നതിനാൽ നിങ്ങൾക്ക് സ്കിൽസും ടാലൻസും മാത്രമല്ല, നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഒരു ദൈവ പൈതൽ, ഒരു സാധാരണ ദൈവ പൈതലിന് സ്കില്ലും ടാലൻസും മാത്രമല്ല, മറ്റാർക്കുമില്ലാത്ത ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളിനെക്കാട്ടിലും പ്രയോജനപ്പെടുവാൻ കഴിയുന്നത് ഒരു സാധാരണ വിശ്വാസിക്കാണ്. അവനിലുള്ള കൃപാവരങ്ങൾ മാത്രം മതി അവന് ദൈവരാജ്യത്തിലും ഈ ഭൂമിയിലും പ്രയോജനപ്പെടുവാൻ. ഇവയെ ഒന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അപകർഷബോധത്തെ നിങ്ങൾ പുറത്ത് ആക്കണം.
സെൽഫ് പിറ്റിയെ നിങ്ങൾ പുറത്താക്കണം. സെൽഫ് ഹേറ്റ്രഡിനെ നിങ്ങൾ പുറത്താക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇവയെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇതിനോട് ചേർന്ന് വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നു. ഇതിനോട് ചേർന്ന് വരുന്ന ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ആളുകളിൽ ഒരു വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് നേച്ചേഴ്സും ഒക്കെ വരും. അതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട നേച്ചറാണ് കോപമെന്ന് പറയുന്നത്. ആളുകൾ കോപിഷ്ഠരാകുവാനിട വരും. ഈ കോപത്തിന് പല പശ്ചാത്തലമുണ്ട്. കോപത്തിന് ഹെറിഡിറ്ററി ആയിട്ടുള്ള നേച്ചറുകളിൽ ഒരു പ്രധാനപ്പെട്ട നേച്ചറാണ് ഒരു ക്യാരക്ടറാണ് കോപം എന്ന് പറയുന്നത്. അനേകർ സാധാരണ നിലയിൽ അനേകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് കോപം എന്ന് പറയുന്നത്. കോപം വരുന്ന സന്ദർഭത്തിൽ ആ വ്യക്തികൾക്ക് അവരെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അവരുടെ നെർവസ് സിസ്റ്റം മുഴുവൻ ഹീറ്റ് ആകുവാനിട വരും. അങ്ങനെ അവർക്ക് കോപിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ആ കോപം അവരുടെ വ്യക്തിത്വത്തെ ഓവർ പവർ ചെയ്യുവാനിട വരും. അവരെ കീഴ്പ്പെടുത്തുവാൻ, കോപ സ്വഭാവം അവരെ കീഴ്പ്പെടുത്തുവാനിട വരും. നിങ്ങൾ കോപമുള്ളവരാകുന്നുവെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കോപം ഒരിക്കലും നല്ലതല്ല. കോപം വന്നു കഴിഞ്ഞാൽ എന്ത് അടുത്ത് വരുമെന്നുള്ളത് ഞാൻ പറയും. കോപം അത് ബന്ധങ്ങളെ തകർക്കുന്നതാണ്. കോപം മുഖാന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകും. കോപം അത് മുഖാന്തരമായി നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മനസ്സും ശരീരവും കൂടെ ചേരുകയാണെങ്കിൽ എൻസൈംസ് എന്ന് പറയുന്നൊരു കാര്യം ശരീരം ഉണ്ടാക്കും. എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം ഒരു ഫാക്ടറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ശരീരത്തിൽ പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പൊടുന്നനവേ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ട് നിങ്ങൾക്ക് വിശപ്പുണ്ട്. നിങ്ങളുടെ വായിൽ എന്തു വരും? വെള്ളം വരുവാനിട വരും. അതുവരെ ഇല്ലാത്ത വെള്ളം നമ്മുടെ വായിൽ ഉമിനീരുണ്ട്. പക്ഷേ അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ, അത് തൊട്ടില്ല, മണത്തില്ല, രുചിച്ചില്ല, അത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് പെട്ടെന്ന് സജീവമായി കഴിഞ്ഞപ്പോൾ ബ്രെയിൻ സെൽസുകളുടെ ആജ്ഞപ്രകാരം ഉമിനീരിനെ കൂടുതൽ ഉണ്ടാക്കി. അതാണ് ഈ ശരീരത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുവാൻ ഈ ശരീരത്തിന് പ്രാപ്തിയുണ്ട്. ആ ഉമിനീരിനെ അവിടെ ഉണ്ടാക്കിയതുപോലെ മറ്റ് പല സാഹചര്യങ്ങളിലും ഈ ശരീരത്തിന് പലതിനെയും ഉണ്ടാക്കുവാൻ കഴിയും. കോപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ആ കോപം മുഖാന്തരമായി ഒരു എൻസൈം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ആ എൻസൈം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എൻസൈമാണ്. അപ്പോൾ ഉണ്ടാകുന്ന എൻസൈം ഡിസ്ട്രക്റ്റീവാണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സമയത്തും ഒരു എൻസൈം നിങ്ങളിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബോഡി ഉണ്ടാക്കുന്നുണ്ട്. ആ മാനുഫാക്ചർ ചെയ്യുന്ന എൻസൈം അത് നിങ്ങളുടെ ശരീരത്തിന് ഗുണമുള്ളതാണ്, ആരോഗ്യം തരുന്നതാണ്, കൺസ്ട്രക്റ്റീവാണ്, പ്രയോജനമുള്ളതാണ്. കോപിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവാണ്. നിരന്തരമായി കോപിച്ചുകൊണ്ടിരിക്കുക. ആ കോപം മുഖാന്തരമായിട്ട് പല ബുദ്ധിമുട്ടുകൾ, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ആ കോപിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മുടെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കോപിക്കും, നല്ല ചായനാണ്, ഭയങ്കരമായിട്ട് അങ്ങ് തണുക്കുകയും ചെയ്യും. പക്ഷെ കോപിക്കുന്നതിൻ്റെയും തണുക്കുന്നതിൻ്റെയും ഇടയിൽ പാത്രം പൊട്ടി, അല്ലെങ്കിൽ ഭാര്യയുടെ മുതുകത്ത് മുഴ, ഇങ്ങനെ പല സംഭവങ്ങൾ അതിനിടയിൽ സംഭവിച്ചു. പിന്നെ ഇയാൾ തന്നെയാണ് എൻ്റെ പൊന്നെ ചക്കര എന്ന് പറഞ്ഞ് ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. കോപിക്കുന്നതിൻ്റെ ഈ നിലയിലുള്ള തിന്മ നിറഞ്ഞ വികാരപ്രകടനങ്ങളുടെ പരിണിത ഫലങ്ങൾ അതൊരിക്കലും ഗുണമുള്ളതല്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം. രാവിലെ ഓഫീസിൽ പോകുവാൻ വേണ്ടി ഒരു സാറ് എഴുന്നേറ്റ് വരികയാണ്. അയാളുടെ 2 നില വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ടൈയും വൈറ്റ് ഷർട്ടും ഒക്കെ ഇട്ട് വന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുമ്പോൾ തൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞപ്പുറത്തിരിപ്പുണ്ട്. കുഞ്ഞിന് സ്കൂൾ ബസ് വരുന്നത് 7:30-ക്കാണ്. ഈ സാറിന് ഓഫീസിൽ പോകേണ്ടതും 7:30-ക്ക് തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞ് തൊട്ടപ്പുറത്തിരിക്കുകയാണ്. ഈ ചായപാത്രം ഭാര്യ ഇടതുവശത്താണ് വെച്ചത്. ഇടതുവശത്ത് വെച്ചപ്പോൾ കുഞ്ഞ് എന്തോ കൈ ഒന്നെടുത്തപ്പോൾ ചായ തെറിച്ച് ഈ സാറിൻ്റെ ഷർട്ടിൽ വീഴുവാനിടയായി. ചായ ഷർട്ടിൽ വീണതോടുകൂടെ ഇയാൾക്ക് കോപം വന്നു. കൊച്ചിന് 6 വയസ്സുള്ള കൊച്ചിന് കൈ വെച്ച് ഒരടി കൊടുത്തു. കൊച്ച് വാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി.
ഭാര്യയ്ക്കെതിരെ ഭയങ്കര ബഹളമുണ്ടായി. കൊച്ചു നിലത്ത് വീണ് കിടന്ന് കരയുന്നു. ഇതിൻ്റെ ഇടയിൽ കൊച്ചിൻ്റെ സ്കൂൾ ബസ് വന്നു ഹോൺ അടിച്ചിട്ട് അത് വിട്ടുപോയി. കുട്ടിക്ക് സ്കൂൾ ബസ്സിൽ പോകുവാൻ കഴിഞ്ഞില്ല. ഇവർ ഭയങ്കര അടിയെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കൊച്ചിനെ സ്കൂളിൽ വിടണ്ടേ. അപ്പോൾ ഇയാൾ തന്നെ ഇനി സ്കൂളിൽ വിടേണ്ടത് ആവശ്യമാണ്. ഇയാൾ ഓടി പിന്നെയും പോയി വേറെ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു, കൊച്ചിനെ ബാഗ് എടുത്തു. എന്നാൽ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കൊച്ചിനെ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ കൊച്ചിനെയും കയറ്റി സ്കൂളിൽ പോയി കൊച്ചിനെ വിട്ടിട്ട് തിരിഞ്ഞു വന്ന് കാറിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഓഫീസിൻ്റെ താക്കോൽ എടുക്കാൻ ഇതിനിടയിൽ മറന്നുപോയി. പിന്നെ അയാൾ തിരിച്ച് വീട്ടിലേക്ക് ഓടി വരികയാണ്. വീട്ടിൽ വന്ന് താക്കോൽ എടുത്തതിന് ശേഷമായിട്ട് ഓടിച്ചു തിരിച്ചു പോകുമ്പോൾ ആ സ്പീഡിൻ്റെ കൂടുതൽ കൊണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരനുമായിട്ട് ഇടിച്ചു. അയാൾക്ക് അന്ന് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല. നോക്ക്, ഒരു കപ്പ് ചായ വീണപ്പോൾ കോപിച്ചത് മുഖാന്തരം എന്തൊക്കെ ദുരിതങ്ങളാണ് വന്നു വീണത്. ഇതിന് പകരം ഇയാൾ എന്ത് ചെയ്യണമായിരുന്നു? ഇയാള് ആ കൊച്ചിൽ നിന്ന് ചായ വീണ സന്ദർഭത്തിൽ ചക്കര എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് നാളെയും നല്ലതുപോലൊരു ചായ എൻ്റെ ഉടുപ്പയിൽ ഇടണമേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. ഡാഡിക്ക് ചായ ഉടുപ്പ വീഴുന്നത് സന്തോഷമാണ്. അപ്പോൾ കുഞ്ഞ് വളരെ ഹാപ്പിയായി, കുഞ്ഞ് വളരെ സന്തോഷമായിട്ടിരിക്കും. ഇയാൾക്ക് 2 മിനിറ്റിനുള്ളിൽ മുകളിൽ പോയി ഷർട്ട് മാറിയിട്ട് താഴെ വന്ന് സുഖമായിട്ട് തനിക്ക് ഓഫീസിൽ ചെല്ലാം, കുട്ടിക്ക് സ്കൂൾ ബസ്സിൽ ആ സ്കൂളിലും പോകാം, ഭാര്യയ്ക്ക് സമാധാനത്തോടു കൂടെ വീട്ടിലുമായിരിക്കാം. പക്ഷേ ഈ തിന്മ നിറഞ്ഞ വികാര പ്രതികരണത്തിൻ്റെ പരിണിതഫലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു രാഷ്ട്രീയക്കാരൻ കൊല്ലപ്പെടുന്നു, വീട്ടിനുള്ളിൽ ബന്ധങ്ങൾ തകരുകയാണ്. ഇതിൻ്റെ ഇടയിൽ നാം വായിക്കുന്നത് പോലെ പിശാചിന് ഇടം ലഭിക്കുകയാണ്. പിശാചിന് കയറി വീട്ടിലിരിക്കുവാൻ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇരിക്കുവാൻ ചില ഇടങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ വിള്ളലുകൾ പിശാചിനിരിക്കുവാൻ വേണ്ടിയുള്ള ഇടം നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്നും 7 മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വഴക്കുണ്ടാകുന്നില്ലേ? അത് നിങ്ങളൊരു ഇടം കൊടുത്തിരിക്കുകയാണ്. കൃത്യമായിട്ട് ആ 7 o'clock ഓപ്പറേറ്റ് ചെയ്യുവാൻ അവൻ സജീവമായിരിക്കുകയാണ്. ആ ഇടങ്ങളെ തകർക്കണം. ആ ഇടങ്ങളെ തകർത്ത്, അത് കോപമാണെന്നുണ്ടെങ്കിൽ ആ കോപത്തെ പുറത്താക്കി യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മനസ്സിനെ കർത്താവിൽ ശരണപ്പെട്ട് രൂപാന്തരപ്പെടുത്തുവാൻ തയ്യാറാകണം. ഞാൻ വളരെ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ കോപം എന്ന് പറയുന്നതിനെ പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോപ സ്വഭാവമുള്ള പലരുമായി സംസാരിച്ചിട്ടുണ്ട്. പലർക്കും അതിൻ്റെ മേലൊരു ജയം ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി എനിക്ക് കാണുവാൻ കഴിയും. എന്താ അതിൻ്റെ പരിഹാരം എനിക്കറിയില്ല. എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത്, കർത്താവുമായുള്ള ആഴമുള്ളൊരു ബന്ധത്തിൽ വന്നതിന് ശേഷം കർത്താവെ അങ്ങിത് എടുത്തു മാറ്റണമേ, എന്നെ കൊണ്ട് കഴിയത്തില്ല. അതോടൊന്നിച്ച് തന്നെ പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്യുവാനും തയ്യാറാകണം. ഇതിനെ ജയിക്കണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്യണം. വീട്ടിൽ ഒരാൾ കോപിക്കുമ്പോൾ 2 പേർ ഒരുപോലെ കോപിക്കരുത്. ഭർത്താവ് കോപിക്കുകയാണെങ്കിൽ ഭാര്യ വളരെ വിവേകത്തോടുകൂടെ ആ ഇടത്തുനിന്ന് വലിയണം. 2 പേരും കൂടെ ഒരുപോലെ കോപിക്കുകയാണെങ്കിൽ 2 കാർ മുഖാമുഖം കൂട്ടിമുട്ടുന്നതിന് തുല്യമാണ്. അപകടം വളരെ വലുതായിരിക്കും. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ വിവേകത്തോടുകൂടെ ആരെങ്കിലും ഒരാൾ പിൻവലിയണം. ഇപ്പോൾ ഭാര്യ ഭയങ്കരമായി കോപിച്ച് നിൽക്കുകയാണ്, ഭർത്താവ് മിണ്ടാതെ നിൽക്കണം. മിണ്ടാതിന് ശേഷം വളരെ വിവേകത്തോടുകൂടെ ആ രംഗത്തുനിന്ന് വലിയണം. ഭർത്താവ് കോപിക്കുന്നു, വളരെ വിവേകത്തോടുകൂടെ ഭാര്യ ആ രംഗത്തുനിന്ന് വലിഞ്ഞതിന് ശേഷം അടുക്കളയിൽ പോകണം. ഈ കോപം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ചൂടാകുന്നുണ്ട്. കോപിക്കുന്ന വ്യക്തികൾ അവരുടെ ശരീരം ചൂടാകി അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കുറേ കൂടെ ഫാസ്റ്റ് ആകുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് അല്പം കൂടെ കൂടുന്നുണ്ട്. ആ ഹീറ്റാകുന്ന ബോഡി, ഇത് പെട്ടെന്നുണ്ടാകുന്നതാണ്. ആ ഹീറ്റാകുന്ന ബോഡിയെ വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ നിർദ്ദേശിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് കോപം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെച്ചേക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ഉടൻ പോയി ഫ്രിഡ്ജ് തുറന്നതിന് ശേഷം ആ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആ ചൂടാകുന്ന ശരീരത്തെ ഒന്ന് തണുപ്പിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ അത് തന്നെ നിങ്ങളുടെ അറ്റൻഷൻ മറ്റൊന്നിലേക്ക് തിരിച്ചു വിടുവാൻ ഉപകാരപ്രദമാണ്. കോപം വരുന്ന സന്ദർഭത്തിൽ അറ്റൻഷൻ മാറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ചായയിൽ പഞ്ചസാര കുറഞ്ഞതിനെ ചൊല്ലി, അല്ലെങ്കിൽ ഭാര്യ ചായയിൽ അറിയാതെ ഉപ്പിട്ടു, അതിനെ ചൊല്ലി നിങ്ങൾക്ക് കോപം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ അറ്റൻഷൻ വേറൊന്നിലേക്ക് തിരിച്ചുവിടണം. ആ 1 സെക്കൻഡ് മതി നിങ്ങളുടെ നെർവ്സ് നോർമലാകുവാൻ. ഈ മുൻകോപികൾ ആ മുൻകോപത്തിന്റെ 1 സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് ഒന്ന് കടന്നു കിട്ടിയാൽ മതി, അവർ പെട്ടെന്ന് അങ്ങ് സാധാരണ നിലയിലാകുവാനുള്ളതേ ഉള്ളൂ. അറ്റൻഷൻ മാറ്റുക. മറ്റൊരു കാര്യം, ഇതൊരു തമാശ പോലെ തോന്നുമെങ്കിലും ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രായോഗികമായിട്ട് ആർക്കെങ്കിലും ഇതിനെ ജയിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ
ഡിസെൻഡിങ് ഓർഡറിൽ നമ്പർ എണ്ണുന്നത് നല്ലൊരു കാര്യമാണ്. കോപം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ 50, 49, 48, 47, 46, 45, 44 അങ്ങനെ എണ്ണണം. ഒരു ചെറിയ കോപമാണെന്നുണ്ടെങ്കിൽ ഒരു 42 ആകുമ്പോഴത്തേന് പോകും. അല്ലെങ്കിൽ അല്പം കൂടിയതാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എണ്ണിക്കൊണ്ടിരുന്നാൽ അറ്റ്ലീസ്റ്റ് 25 ആകുമ്പോൾ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഇതിന്ന് പുറത്തു വരണം. കാരണം ഇതുകൊണ്ട് യാതൊരു ഗുണവും നമുക്കില്ല. അതില്ലാതെ ജീവിക്കുവാൻ നാം തയ്യാറാകണം. അതുമായി നാം ജീവിക്കുകയാണ് എങ്കിൽ അത് മുഖാന്തരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പല വ്യക്തികൾക്കും കോപം ഉണ്ടായിരുന്നു. കോപത്തിന്റെ പരിണതഫലമായിരുന്നു ഹാവേലിനെ കായീൻ കൊന്നത്. ഇന്നിപ്പോൾ നടക്കുന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വികാരം കോപമാണ്. മോശ ഭയങ്കര നേതൃഗുണമുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഓൾഡ് ടെസ്റ്റമെന്റിലെ ബോൺ ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര കഴിവുള്ള ഒരു നേതാവായിരുന്നു. പക്ഷെ ഭയങ്കര മുൻകോപം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പർവ്വതത്തിൽ നിറങ്ങി വരുന്ന സന്ദർഭത്തിൽ തൻ്റെ കയ്യിലുള്ള 10 കൽപ്പന എഴുതിയ കൽപ്പലകെ അടിച്ചുടച്ചു. അതുകൊണ്ട് കർത്താവിന് അദ്ദേഹത്തോട് വിരോധമൊന്നും ഉണ്ടായില്ല. കർത്താവ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഭൂലോകത്തിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യനെന്നാണ്. അത് വളരെ സ്ട്രെയിഞ്ചാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നമ്മൾ വിലയിരുത്തുന്നത് പോലൊന്നുമല്ല കർത്താവ് ആളുകളെ വിലയിരുത്തുന്നത്. പുതിയ നിയമത്തിൽ വരുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലെ യേശു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു ലീഡറാണ് പൗലോസ്. പക്ഷെ അദ്ദേഹത്തിന് മുൻകോപം ഉണ്ടായിരുന്നു. മർക്കോസ് തന്നെ വിട്ടുപോയി. ആ വാശി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത യാത്രയ്ക്ക് വേണ്ടി ബർന്നബാസുമായിട്ട് ഒന്നിച്ച് അവർ ആ യാത്രയ്ക്ക് വേണ്ടി തീരുമാനിക്കുമ്പോൾ ബർന്നബാസ് മാർക്കോസിനെ കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ചൊല്ലി ഉഗ്ര വാഗ്വാദം ഉണ്ടായെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. തൻ്റെ ആദ്യ സമയങ്ങളിൽ തനിക്ക് ആ മുൻകോപത്തെ അതിനെ കാര്യമായി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ചിലയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായാലും മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അവസാന കാലങ്ങളിൽ വരുമ്പോൾ വളരെ വ്യത്യസ്തനാകുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസിനെ ഓടിക്ക് എന്ന് പറഞ്ഞ അതേ പൗലോസ് തന്നെ പറഞ്ഞു, മർക്കോസിനെ അയക്കണമേ, അവൻ എനിക്ക് ഉപകാരമുള്ളവനാണ്. നോക്ക്, അപ്പൊ ആ മർക്കോസിനെ 16-ാമത്തെ അധ്യായത്തിൽ പുറത്താക്കിയ അഭിഷക്തൻ മർക്കോസിനെ വീണ്ടും സ്വീകരിക്കുവാൻ തയ്യാറായെങ്കിൽ അദ്ദേഹത്തിൽ എത്ര വലിയ ഹൃദയമാണ്. അല്ലെങ്കിൽ അതിനിടയിൽ അദ്ദേഹത്തിന് എത്ര വലിയ മാറ്റം സംഭവിച്ചു. അത് നമ്മുടെ ജീവിതത്തിലും സാധ്യമാണ്. കർത്താവിൽ നാം ശരണപ്പെടുകയാണ് എങ്കിൽ നമുക്ക് ഈ തിന്മ നിറഞ്ഞ വികാരത്തെ ജയിക്കുവാൻ കഴിയും. അത് ഉള്ളവരുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിനെ ചൊല്ലി നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ചിലരുടെ ഞാൻ പറഞ്ഞല്ലോ ഹെറിഡിറ്ററി നേച്ചറാണ്. ഹെറിഡിറ്ററി നേച്ചർ ആകുന്ന സന്ദർഭത്തിൽ ഹെറിഡിറ്ററി നേച്ചേഴ്സ് മുഴുവൻ നിങ്ങളുടെ DNA-യിലുണ്ട്, ക്രോമസോമിലുണ്ട്. ആ ക്രോമസോമിൽ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരിൽ വരുന്ന നേച്ചേഴ്സ് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അതിൽ ഒരർത്ഥത്തിൽ നിരപരാധികളാണ്. നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല. ഹെറിഡിറ്ററി ആയിട്ടുള്ള ആ നേച്ചർ വന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അപ്പന്റെ സ്വഭാവമോ അപ്പൂപ്പന്റെ സ്വഭാവമോ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് യേശുവിന്റെ സ്വഭാവമാണ് വേണ്ടത്. യെസ്, മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശുവിന് കഴിയുമെങ്കിൽ എൻ്റെ ഈ സ്വഭാവത്തെ മാറ്റുവാൻ യേശു പ്രാപ്തിയുള്ളവനാണ്. വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ആ മേഖലയിൽ നിങ്ങൾക്ക് അത്ഭുതകരമാകുന്ന വിജയം നൽകി തരുവാൻ, മാറ്റം നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഈ കോപം ഓർത്തോണം. കോപമുള്ളവർ, കോപിഷ്ഠർ, നിരന്തരം കോപിക്കുന്ന ഒരു വ്യക്തിയെ കാണിച്ചു തരിക. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാം. ആ വ്യക്തിക്ക് വിഷാദരോഗവുമുണ്ട്. കോപത്തിന് അധിക നാൾ കോപമായിട്ട് തുടരാൻ കഴിയത്തില്ല. തുടർമാനമായി കോപിക്കുന്ന വ്യക്തിയോട് ചേർന്ന് എന്തുകൂടെ വരുമെന്നറിയാമോ? എന്തുകൂടെ പ്രവേശിക്കുമെന്നറിയാമോ? ഡിപ്രഷൻ, വിഷാദരോഗം. ഇത് വളരെ ഗൗരവമേറിയ ഒരു മേഖലയാണ്. ആ മേഖലയിൽ നാം അല്പം വിശദമായി ഒരു പഠനം നടത്തുവാൻ പോകുന്നു. ആരിലെങ്കിലും വിഷാദരോഗത്തിൻ്റെ അല്പമായിട്ടുള്ള സ്വാധീനമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. കാണുമ്പോൾ തന്നെ അതിനെ പുറത്താക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. എന്താണ് വിഷാദരോഗം? വിഷാദരോഗമാണ് ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈക്കാട്രിക് മേഖലയിലെ ഏറ്റവും അധികം മരുന്ന് ചെലവാകുന്ന ഒരു രോഗമാണ് വിഷാദരോഗം എന്ന് പറയുന്നത്. ലോകപ്രസിദ്ധരാകുന്ന പലരും വിഷാദരോഗമുള്ളവരായിരുന്നു. കോപ സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ ആ കോപ സ്വഭാവത്തിൻ്റെ പരിണിത ഫലമായിട്ട് ആ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം മൂലമായിട്ട്
അത് ഒരു വ്യക്തിയെ വിഷാദ രോഗത്തിൽ കൊണ്ടെത്തിക്കുവാനിടവരും. വിഷാദ രോഗം എന്ന് പറയുമ്പോൾ അതിനെ വിഷണ്ണതയെന്നോ വ്യസനകരമായ അവസ്ഥയെന്നോ മാനസികമായ വാട്ടമെന്നോ വാട്ടം തട്ടിയ അവസ്ഥയെന്നോ മ്ലാനതയെന്നോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയുവാൻ കഴിയും. ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ അതിൻ്റെ പിന്നിൽ ഒരു ഡീപ്പ് പ്രഷറുണ്ട്. അതിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന ഒരു ഡീപ്പ് പ്രഷറുണ്ട്. ഡീപ്പ് പ്രഷർ, ഒരു ഡിപ്രഷൻ, ഡീപ്പായിട്ടുള്ള ഒരു പ്രഷറുണ്ട്. ആ ഡീപ്പ് പ്രഷർ, സോ ഒരു ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു നഷ്ടത്തോട്, ഹൗ വി മേ റിയാക്ട് ടു എ ലോസ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു നഷ്ടത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം, ആ പ്രതികരണം ചിലപ്പോൾ വിഷാദമാകുവാൻ സാധ്യതയുണ്ട്. ആ വിഷാദം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമൂലമായിട്ട് നിങ്ങളുടെ വൈറ്റാലിറ്റി നഷ്ടപ്പെടുവാനിടവരും. നിങ്ങളുടെ എനർജി, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എനർജി, ഈവൻ നിങ്ങളുടെ സോൾ എനർജിയും നിങ്ങൾക്ക് നഷ്ടമാകുവാനിടവരും. നിങ്ങൾ അപ്പിയറിങ് ടയർഡ് ആൻഡ് സാഡ്. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസന്നതയില്ല. നല്ല നിരാശയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാം. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വിഷാദം അവരുടെ മുഖത്ത് പ്രകടമാണ്. അവർ feeling tired and sad and gloomy and also hopeless. ഈ വിഷാദം മുഖാന്തരമായി ഒരാൾക്ക് വേണമെങ്കിൽ ഹോപ്പ്ലെസ് ആകുവാൻ സാധ്യതയുണ്ട്. ഈ വിഷാദം തന്നെ അത് 3 ലെവൽസ് വിഷാദമുണ്ട്. മൈൽഡ് ആയിട്ടുള്ള വിഷാദമുണ്ട്, സീരിയസ് ആയിട്ടുള്ള വിഷാദ രോഗമുണ്ട്, ആൻഡ് സെവിയർ ആയിട്ടുള്ള വിഷാദ രോഗമുണ്ട്. മൈൽഡ് ആയിട്ടുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കറേജ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മൈൽഡ് വിഷാദം അത് ഡിസ്കറേജ്മെന്റ് ആണ്. മൈൽഡിൽ നിന്ന് ഒരല്പം കൂടി അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ, സീരിയസ് ലെവലിലേക്ക് പോകുമ്പോൾ ഡിസ്പോണ്ടൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിന് ലാസ്റ്റാണ് ഡിസ്പെയർ എന്ന് പറയുന്നത്. സീരിയസ് ആയി കഴിയുമ്പോൾ അത് ഡിസ്പെയർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഡിസ്പെയർ എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ ഡിസ്പെയർ, എ കംപ്ലീറ്റ് ലോസ് ഓർ ആബ്സെൻസ് ഓഫ് ഹോപ്പ്. പിന്നെ പ്രതീക്ഷയൊന്നുമില്ല, ആശയൊന്നുമില്ല. ഈ ഡിസ്പെയർ ലെവലിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ അവനെ പിടിച്ചിരിക്കാൻ കഴിയാത്ത. കേരളത്തിലെ പ്രമുഖനാകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ അന്ന് രാത്രിയിൽ എനിക്കറിയാവുന്ന ഒരു കർത്തൃദാസനുമായിട്ട് ആശയവിനിമയം നടത്തിയാണ് താൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു. 40 ദിവസമായിട്ട് അദ്ദേഹം ഉറക്കമില്ലാതെ ഉറക്കങ്ങൾ കഴിച്ചിട്ടും പിന്നെ ഉറക്കം വരുന്നില്ല. 4-5 ഉറക്കങ്ങൾ കഴിച്ചിട്ട് ഉറക്കം വരാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് മരിച്ചേക്കാം. എന്നാൽ തക്ക സമയത്ത് ഒരഭിഷക്തന്റെ ഇടപെടൽ മൂലം ആ മനുഷ്യന്റെ ആയുസ് ഇന്നും ജീവനോടുകൂടെ ആ മനുഷ്യൻ ഇന്നും ജീവിക്കുകയാണ്, ഈ ഭൂമിയിൽ ഇന്ന് തുടരുകയാണ്. ആത്മഹത്യാ ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ കടന്നു വരാറുണ്ടോ? ഒരുപക്ഷെ അത്രയും കടന്നു വരാൻ നിങ്ങൾ അഭിഷേകമൊക്കെ പ്രാപിച്ചവരിൽ അതിനുള്ള സാധ്യതയില്ല. എന്നാലും നിങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കും, അതായത് മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാറുണ്ടോ? ഒരു ദൈവവേദൽ എന്നോട് പറഞ്ഞു, അയാൾക്ക് കടഭാരം വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചാൽ മതി എന്നൊരു ചിന്ത വന്നു. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്നത് എനിക്കറിയാം, ആത്മഹത്യ ചെയ്യാൻ തനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാടൊക്കെ ഉള്ളിടത്തൂടെ രാത്രി നടക്കും. എന്തിനാണെന്നറിയാമോ? പാമ്പ് കടിക്കാൻ വേണ്ടി. നാച്ചുറൽ ഡെത്ത് അല്ലേ? എടാ, നീ പാമ്പ് കടിച്ചൊന്നും ജാഗ്രത. നീ പാമ്പ് കടിച്ചാൽ ചിലപ്പോൾ പാമ്പ് ചത്തുന്നിരിക്കും. കാരണം നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതിനാൽ ആ നിലയിലൊന്നും മരിക്കേണ്ടവനല്ല നീ. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആത്മഹത്യാശ്രമം, ആത്മഹത്യക്ക് വേണ്ടിയുള്ള ചിന്തകൾ, മരണചിന്തകൾ, മരിച്ചാൽ മതി എന്നുള്ള ചിന്തകൾ, ഇതിനെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഇവരെയെല്ലാം അടിച്ചു പുറത്താക്കണം. ഇതിനൊന്നുമുള്ള വ്യക്തികളെ അല്ല നമ്മൾ. ഏത് നിലവാരത്തിലുള്ളതാണെങ്കിലും, ഡിസ്പെയർ ആണെങ്കിൽ പോലും, ഡിസ്പെയർ ലെവലിൽ പോയിട്ടുള്ളവരും വിടുവിക്കപ്പെടുന്നത് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡിസ്കറേജ്മെന്റ് തുടങ്ങിയത്, ഡിസ്പോണ്ടൻസി ആകട്ടെ, അത് ഡിസ്പെയർ ലെവലിൽ പോവുകയാണെങ്കിലും അതിൽ നിന്നും നമ്മെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്പമായിട്ട് ഈ ഡിസ്കറേജ്മെന്റ്, മൈൽഡ് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അടയാളമാണ്. അങ്ങനെയുള്ളവർ കൂടെ ഡീപ്പ് ബ്രീത്ത് എടുക്കുവാനിട വരും. അവരിങ്ങനെ ചിന്തിച്ചിരുന്നതിന് ശേഷമായിട്ട് ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുവാൻ സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും
കൂടെ കൂടെ ചിന്തിച്ചിരുന്നതിന് ശേഷം ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈൽഡ് ടൈപ്പ് ഓഫ് വിഷാദം ഉണ്ട്. നിങ്ങളത് തിരിച്ചറിഞ്ഞതിന് ശേഷമായിട്ട് ഇനി മുതൽ അത് വരും. എനിക്ക് ഈ മൈൽഡ് ടൈപ്പിൽ ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ 10-20 വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന സന്ദർഭത്തിൽ അല്പം എനിക്ക് വിഷാദം ഉണ്ടായിരുന്നു, നിരാശ ഉണ്ടായിരുന്നു, ഇൻഫീരിയോറിറ്റി ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ വിഷാദം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ആ വിഷാദം ഞാൻ കർത്താവിൽ വന്നതിന് ശേഷം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞാനത് തിരിച്ചറിഞ്ഞു. അപ്പോഴും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷവും എനിക്ക് ഈ സൈൻസ് ഉണ്ടായിരുന്നു. ആ സൈനിൽ ഒരു പ്രധാനപ്പെട്ട സൈനായിരുന്നു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. കൂടെ ഇരുന്നതിന് ശേഷം അപ്പോൾ ആ ഡീപ്പ് ബ്രീത്തിനെ ജയിക്കുവാൻ വേണ്ടി അഭിഷേകമുള്ളൊരു കർത്തദാസൻ പറഞ്ഞു, ഇനി ആ ഡീപ്പ് ബ്രീത്ത് വരുന്നതിന് എടുക്കാതിരിക്കാനൊക്കത്തില്ല. ഇത് വന്നിങ്ങനെ അങ്ങ് നിറയും, ഒരു ഭാരം പോലെ നെഞ്ചിൻ്റെ അവിടെ വന്നങ്ങ് നിറയും. അതിനെ പുറത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു സഫറിങ് ആണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഇതിനെ നിങ്ങൾ പുറത്തോട്ട് ഊതണം. ആ ഡീപ്പ് ബ്രീത്ത് വരുന്ന സന്ദർഭത്തിൽ പുറത്തേക്ക് ഊതിക്കളയണം. കാരണം ഇങ്ങനെയാണ് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത്. അപ്പോൾ നീ ഇങ്ങനെ, അതിനു പകരമായിട്ട് നീ ഒരു എതിരാളി, അവന് ആ ദുഷ്ടനെ നീ എതിർക്കണം. അതിനുവേണ്ടി ഇത് വരുന്നുണ്ടേ, പുറത്തേക്ക് ഊതുന്നുണ്ടേ, അതാ ഒരു ഒഫൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുകയാണ്, എതിർക്കുകയാണ്. നിന്നെ ഞാൻ പുറത്താക്കും എന്നാണ് നമ്മൾ ആ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. തിരസ്കരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അവരായിരിക്കുന്ന മുറിയിൽ അങ്ങ് ഇറങ്ങി വരുന്നുവല്ലോ. അങ്ങ് അവരെ തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മനസ്സുകളെ മാത്രമല്ല, അവരുടെ ശരീരങ്ങളെയും അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവന് സകലവും സാധ്യമെന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷത്തിൽ തന്നെ ആണിപ്പെടുത്തുള്ള യേശുവിൻ്റെ കരം പ്രിയപ്പെട്ടവരുടെ മേൽ വരുന്നതിനായി സ്തോത്രം. രോഗികളുടെ മേൽ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്നുവല്ലോ. അസ്ഥി സംബന്ധമാകുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് നിന്റെ മുറിവുകൾ, ആ അസ്ഥികളുടെ മേൽ സൗഖ്യം നീ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത്ഭുത സൗഖ്യം ആ അസ്ഥികളുടെ മേൽ, മുറിവുകളുടെ മേൽ വെളിപ്പെടുവാൻ ഇടവരട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ വാദസംബന്ധമാകുന്ന രോഗങ്ങൾ, ആർത്തറൈറ്റിസുകൾ അപ്രത്യക്ഷമായി രോഗികൾ സൗഖ്യമാകട്ടെ. അസ്ഥികളുമായി ബന്ധപ്പെട്ട സകല രോഗബന്ധനങ്ങളും ഇപ്പോൾ അഴിയുന്നതായി പരിശുദ്ധാത്മാവ് ബോധ്യം തരികയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളായിരിക്കുന്ന മുറികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കർത്താവിന്റെ കരസ്പർശനത്താൽ ആ സൗഖ്യം നിങ്ങൾ അനുഭവിക്കുക. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിൻ്റെ അത്ഭുത കരസ്പർശനത്തിന് നന്ദി പറയുക. അവിടുന്ന് നിങ്ങളോട് കൂടെയിരിക്കും. വരുന്ന ദിവസങ്ങൾ അത്ഭുതകരമായിരിക്കും. God bless you.